നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനിചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം. കരുനാഗപ്പള്ളി ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ റാലി. കുന്നത്തൂർ താലൂക്കിലെ വൈദ്യുത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടി. MLA അധ്യക്ഷതയിൽ അവലോകന യോഗം. സ്കൂൾ പരിസരങ്ങളിലെ വൈദ്യുത കമ്പിയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റും. പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ അനാസ്ഥ. ബസിന്റെ ഡോർ തട്ടി വിദ്യാർത്ഥിനിക്ക് പരിക്ക്. കായംകുളം പുനലൂർ റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഡോറാണ് തട്ടിയത്. ബസുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ റാലി സംഘടിപ്പിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് ഇന്ത്യ സഖ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ചാണ് സംരക്ഷണ റാലി നടത്തിയത്. കരുനാഗപ്പള്ളി ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ റാലി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ജനാധിപത്യ സംരക്ഷണ റാലി നടത്തിയത്. കരുനാഗപ്പള്ളി ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ റാലി. ചുറ്റുമൂലയിൽ നിന്ന് ആരംഭിച്ച റാലി ലാലാ ജംഗ്ഷനിൽ സമാപിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു. KC രാജൻ ഫ്ളാഗ് CR മഹേഷിന് കൈമാറി. R ചന്ദ്രശേഖരൻ, KA ജവാദ്, B വിനോദ്, LK ശ്രീദേവി, R രാജശേഖരൻ, ചിറ്റുമൂല നാസർ, തൊടിയൂർ രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രൈവറ്റ് ബസ് അനാസ്ഥയിൽ വിദ്യാർത്ഥിനിക്ക് പരിക്ക്. കായംകുളം പുനലൂർ റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ബസിന്റെ ഡോർ തട്ടിയാണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക് പറ്റിയത്. ചാരുമൂട് VVHS സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് വിദ്യാർത്ഥിനിയുടെ തലയ്ക്ക് പരിക്ക് പറ്റിയത്. പ്രൈവറ്റ് ബസിന്റെ അനാസ്ഥയിലാണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റത്. ചാരുമൂട് VVHS സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് പരിക്കുപറ്റിയത്. കായംകുളം പുനലൂർ റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു ബസിന്റെ ഡോർ തട്ടി വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റത്. ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ ഡോർ അടച്ചതുകൊണ്ടാണ് തലയ്ക്ക് പരിക്കുപറ്റിയതെന്ന് വിദ്യാർത്ഥിനിയും പിതാവും ആരോപിക്കുന്നു. രാവിലെ സ്കൂളില് ട്യൂഷനിലേക്ക് പോകുന്ന വഴി ചാരുമൂട് ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്കൂളിന്റെ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഡോറ് തീരുന്നതിന് മുമ്പ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ഡോറ് വലിച്ചടയ്ക്കുകയും തലയ്ക്ക് വന്നടിച്ച് ഞാൻ അവരോട് ചോദിച്ചു എന്തുവായി കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവരത് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നിൽക്കുകയും ഞാനത് തലേന്ന് ചൂടെടുത്ത് ഞാൻ കൈ നോക്കിയപ്പോ കൈ നിറച്ച് ബ്ലഡ് വരുന്നപ്പം ഇവർ ആ ബ്ലഡ് കണ്ടതിന് ശേഷം വണ്ടി ഡോറടച്ച് പെട്ടെന്ന് ബസ് എടുത്ത് പോവുകയായിരുന്നു. അപ്പോഴാണ് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി ഒരു അങ്കിളിനെ വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചാരുമൂട് VVHS സ്കൂളിൽ പോവുകയും ആ സ്കൂളിൽ സ്ഥിരമായി പോകുന്ന ബസ്സിൽ ചാരുമൂടിൽ നിന്നും സ്ഥിരമായി പോകുന്ന ബസ്സാണ് അനീഷ ട്രാവൽസ് എന്ന് പറയുന്ന ബസ്. ആ ബസ്സിൽ പോവുകയും കരിമുളയ്ക്കൽ വെച്ച് ആ സ്റ്റോപ്പിൽ വെച്ച് ഇറങ്ങുകയും എന്നാൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ ബസ്സുകാര് ഡ്രൈവർ ക്ലീനർ ഇല്ലായിരുന്നു, കണ്ടക്ടറാണ് ഡോറ് വലിച്ചടയ്ക്കുകയും കുഞ്ഞിന്റെ തല പോയി ആ ഡോറിനകത്ത് പോയി അടിക്കുകയും കുഞ്ഞ് താഴെ വീഴുന്നത് കണ്ടുകൊണ്ട് തന്നെ ഇവര് ബസ് വിട്ടു പോവുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് അവിടെ നിന്ന കുട്ടികളാണ് വിളിച്ചു അലറിക്കൊണ്ട് അവിടെ നിന്ന് ആരോ വന്ന് കുട്ടിയെ സ്കൂളിൽ നിന്നും തൊട്ടടുത്തുള്ള KC ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് എന്നെ വിളിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പോയപ്പോൾ കുഞ്ഞിന്റെ അവസ്ഥ വളരെ ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു. പരിക്കുപറ്റിയ വിദ്യാർത്ഥിനിയെ കൂട്ടുകാരും നാട്ടുകാരും ചേർന്ന് KCM ആശുപത്രിയിലും തുടർന്ന് അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. തലയ്ക്ക് 6 സ്റ്റിച്ചുകളുണ്ട്. സംഭവത്തിൽ നൂർനാട് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമെന്നും ആരോപണമുണ്ട്. KSRTC ബസ്സുകളെ മറികടക്കാനാണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ അമിതവേഗത്തിൽ ഓടുന്നതെന്നാണ് ആരോപണം. ബസ്സുകളുടെ അമിതവേഗതയും മത്സരയോട്ടവും അവസാനിപ്പിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. ഈ ബസ്സുകാരുടെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് അവിടെ നടന്നത്. കാരണം എന്റെ കുട്ടിയെ അവിടെ അപകടം ഉണ്ടായിട്ട് അവര് കണ്ടക്ടർ കണ്ടിട്ട് പോലും നിർത്താതെ ബസ് വിടുകയായിരുന്നു. അവരൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല. അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കേസ് കൊടുക്കുകയും
ആ കേസിന് ബലത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാർമാരെത്തി അതിന് തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് 18ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. പരീക്ഷാ വിജയികൾ, വിമുക്ത ഭടന്മാർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് 18ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരീക്ഷാ വിജയികളെയും വിമുക്ത ഭടന്മാരെയും ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെയും ആദരിച്ചത്. KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് തന്നെ ഏറ്റവും പുരാതനമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും 150 വർഷക്കാലം ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായി ജനങ്ങളുടെ പ്രതീക്ഷയായി നിലകൊണ്ടുകൊണ്ടുവരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കേവലം 140 വർഷക്കാലത്തിനപ്പുറമായി ഒരു നാടിൻ്റെ സാമൂഹ്യമായ മുന്നേറ്റങ്ങൾ, ചരിത്രപരമായ മുന്നേറ്റങ്ങൾ, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യപ്രക്ഷോഭവും സ്വാതന്ത്ര്യപ്രാപ്തിക്കും ഇന്നിൻ്റെ ഇന്ത്യയായി രാജ്യത്തെ മാറ്റിയെടുക്കുന്നതിനുള്ള പോരാട്ടങ്ങൾ ഒക്കെ നേതൃത്വം കൊടുത്ത മഹത്തായ പ്രസ്ഥാനമാണ് നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ പേരിൽ നമുക്ക് ലഭ്യമാകുന്ന ഈ അനുമോദനം, ഈ ആദരവ് അതിന് ജീവിതത്തിൽ ഏറ്റവും വിശ്വസായ ആദരവായി തത്വമില്ല. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് മാത്യു പി ഷാമുൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി N രവി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, നോർത്ത് മണ്ഡലം പ്രസിഡന്റ് K നാസർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം തണ്ടളത്ത് മുരളി, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിരത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം രാധാമണി രാജൻ, കോശി കെ ഡാനിയൽ, വയലിൽ സന്തോഷ്, അജി ഗണേഷ്, സതീഷ് കുമാർ, R വസന്തൻ, സീനത്ത്, V വേണു തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഗുണപരമായ മാറ്റമുണ്ടാക്കുവാൻ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഗുണപരമായ ഒരു മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരം ചെറിയ ചടങ്ങുകൾ സംഘടിപ്പിച്ച് അവിടെ ഈ ആശയങ്ങൾ പങ്കുവെക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് ഇവിടെ പ്രധാനമായി നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. കൊല്ലം മെത്രാസനം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ 15-ന് സ്നേഹ സാഹോദര്യ ജ്വാല സംഘടിപ്പിക്കുന്നു. ഇതോടനുബന്ധിച്ച് സ്വാതന്ത്ര്യദിന സദ്ബോധന റാലിയും പൊതുസമ്മേളനവും നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം മെത്രാസനം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹ സാഹോദര്യ ജ്വാല സംഘടിപ്പിക്കുന്നു. സ്വാതന്ത്ര്യദിന സദ്ബോധന റാലിയും പൊതുസമ്മേളനവും ഇതോടനുബന്ധിച്ച് നടക്കും. ഓഗസ്റ്റ് 15-ാം തീയതിയോടനുബന്ധിച്ച് നടക്കുന്ന ഈ സദ്ബോധന റാലിയിൽ എല്ലാവരുടെയും പങ്കാളിത്തം ആവശ്യമാണ്. മാധ്യമ സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജനങ്ങളിലോട്ട് എത്തിക്കത്തുള്ളൂ. ഈ ഒരു സമയം ഞങ്ങൾ ക്രമീകരിച്ചു തന്നതിനും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിയതിനും യുവജന പ്രസ്ഥാനം കൊല്ലം ഭദ്രാസനത്തിൻ്റെ എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഓഗസ്റ്റ് 15 ഉച്ചയ്ക്ക് 1:30 പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെല്ലില ബദേൽ സെന്റ് ജോർജ് തീർത്ഥാടന പള്ളിയിൽ നിന്ന് സദ്ബോധന റാലിയും പെരുമ്പുഴ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഓർത്തഡോക്സ് പള്ളിയിൽ പൊതുസമ്മേളനവും നടക്കും. വൈകിട്ട് 4-നാണ് പൊതുസമ്മേളനം. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര വഴികളിൽ നല്ലൊരു വെളിച്ചം വീശിയ, ജീവൻ പണയം വെച്ച് സ്വാതന്ത്ര്യം നേടിത്തന്ന പൂർവ്വസൂരികളെ സ്മരിച്ചുകൊണ്ട് തദ്ദേശീയമായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം മെത്രാസനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സ്വാതന്ത്ര്യദിന സ്നേഹ സാഹോദര്യ ജ്വാലയും ഒരു സദ്ബോധന റാലിയും പൊതുസമ്മേളനം നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ വയനാട് ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം അത് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏകദേശം 1500-2000ഓളം ആളുകളുടെ പങ്കാളിത്തമാണ് മുൻകാലങ്ങളെല്ലാം ഈ ഒരു മീറ്റിംഗിൽ, ഈ ഒരു സമ്മേളനത്തിലും റാലിയിലും കണ്ടുവരുന്നത്. തദ്ദേശീയതയോട്, സ്വാതന്ത്ര്യത്തോട്, ആ ഒരു സമര സേനാനികളോടുള്ള ആദരവ് തന്നെ ഇതിലൂടെ നാം സൂചിപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ കൊല്ലം ഭദ്രാസനത്തിൻ്റെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊല്ലം മെത്രാസനത്തിൻ്റെ ശതോത്തര സുവർണ ജൂബിലി നിറവിലാണ് ഇപ്പോൾ പോകുന്നത്. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് മെത്രപ്പൊലിത്ത അധ്യക്ഷത വഹിക്കും. PC വിശ്വനാഥ് MLA മുഖ്യപ്രഭാഷണം നടത്തും. കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ, വൈദികരായ മാത്യു അബ്രഹാം തലവൂർ, ആൻഡ്രൂസ് വർഗീസ് തോമസ്, മാത്യു P ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിൻ്റെ ആരാധ്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകൾ ഉദ്ഘാടനം ചെയ്യുന്നതും യോഗത്തിൻ്റെ അധ്യക്ഷം കൊല്ലം ഭദ്രാസനം മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് തിരുമേനി വഹിക്കുന്നതുമാണ്. മുഖ്യ പ്രഭാഷണം അഖില മലങ്കര പ്രാർത്ഥനായോഗം പ്രസിഡന്റ് അഭിവന്ദ്യ മാത്യൂസ് മാർ തേവോദോസിയോസ് തിരുമേനി നിർവഹിക്കുന്നതും
ദേശസ്നേഹി പത്രികാ സമർപ്പണം കുണ്ട്രയുടെ ആരാധ്യനായ MLA ബഹുമാനപ്പെട്ട PC വിഷ്ണുനാഥ് അവർകൾ നിർവഹിക്കുന്നതുമാണ്. കൊല്ലം മെത്രാസനത്തിൻ്റെ ചരിത്ര അവതരണം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട PT ഷാജനച്ചൻ നിർവഹിക്കുന്നതും കാവ്യശില്പം ഇഞ്ചക്കാട് ബാലചന്ദ്രൻ കവി നിർവഹിക്കുന്നതുമാണ്. സ്നേഹസാഹോദരി ജ്വാല തെളിയിക്കുന്നത് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം റവറൻഡ് ഫാദർ മാത്യു എബ്രഹാം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുന്നത്തൂർ താലൂക്കിലെ വൈദ്യുത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ MLAയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. സ്കൂൾ പരിസരങ്ങളിലെ വൈദ്യുത കമ്പിയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ തീരുമാനമായി. സ്കൂൾ പരിസരങ്ങളിൽ വൈദ്യുത കമ്പിയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുക, വൈദ്യുത ലൈനോട് ചേർന്ന് സ്വകാര്യ വ്യക്തികളുടെ മരങ്ങളോ റബ്ബർ മരങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ തന്നെ ചിലവിൽ മുറിച്ചു മാറ്റുക, ജംഗ്ഷനുകളിൽ നിൽക്കുന്ന വൻമരങ്ങൾ മുറിച്ചു നീക്കുക തുടങ്ങിയ തീരുമാനങ്ങളാണ് അവലോകന യോഗത്തിൽ കൈക്കൊണ്ടത്. കുന്നത്തൂർ താലൂക്കിലെ വൈദ്യുത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് MLAയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ അവലോകന യോഗം നടത്തിയത്. കൂടുതൽ ഈ റബ്ബർ മരങ്ങളുള്ളത് ശൂനാട് സൗത്ത് ഏറ്റവും കൂടുതൽ ശൂനാട് സൗത്തും നോർത്ത് മൈനാഗപ്പള്ളി അവിടെയാണ് റബ്ബർ മരങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞ കാലാവധിയിൽ 21 പോസ്റ്റാണ് ശൂനാട് സൗത്ത് മാറിയത്. സൗത്തില് മൈനാഗപ്പള്ളിയിലും 11 പോസ്റ്റ് മാറി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഒരു ഇന്റിമേഷനായിട്ട് സൂചിപ്പിക്കാനുള്ളത്, അതൊരു പ്രസ് റിലീസായിട്ട് പോകും. ഈ സ്വകാര്യ വ്യക്തികൾ ഈ ലൈനിൽ കൂടെ ലൈനിന്റെ മുകളിൽ കൂടി അവരുടെ മരങ്ങളുണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികൾ മുറിച്ചു മാറ്റണം, നിർബന്ധം, അവരുടെ ചെലവിൽ തന്നെ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരേശൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ, ബിനു മംഗലത്ത്, വർഗീസ് തരകൻ, KSEB ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മൈനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശാസ്താംകോട്ട ബ്ലോക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നതും അതുപോലെ ഏരിയ ഉള്ളതും മൈനാഗപ്പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മളിപ്പോൾ ഓരോ കാര്യത്തിനും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ വേണ്ട രീതിയിലൊരു മറുപടി അവിടെ നിന്ന് ലഭിക്കില്ല. പിന്നുള്ളത് അവിടെ ഒരു പോയിട്ട് പകരം ഒരാളിന് ഒരു സംവിധാനം ഉണ്ടാക്കിയില്ല. അവിടെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റാഫില്ല, പല കാര്യങ്ങളാണ് കാരണം, പലപ്പോഴും ഏറ്റവും കൂടുതൽ തടസ്സങ്ങളാണ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. ജില്ലാ സെക്രട്ടറി PA എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണം കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. ജില്ലാ സെക്രട്ടറി PA എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ഈ ബോയ്സ് ഹൈ സ്കൂളിന് മുന്നിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തലിൽ 7 മണി മുതൽക്ക് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നത്. മണിക്കൂറുകൾ പിന്നിടുമ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് 2:10 ആരംഭിച്ച വിലാപയാത്ര രാത്രി 2 മണിയായിട്ടും കടമ്പാട്ട് കോണത്തെത്തിയില്ല എന്ന വാർത്തയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. സഖാവ് VSന്റെ വിലാപയാത്ര കരുനാഗപ്പള്ളിയിൽ എത്തുന്നത് 22-ാം തീയതി പ്രഭാതത്തിൽ രാവിലെ 6:40 അന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് VSന്റെ വീട്ടിൽ മൃതശരീരവുമായി സഖാക്കളെത്തിയത്. രാത്രി 9:40 കഴിയുമ്പോൾ പുന്നപ്രവയലാർ സമരസേനാനികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ കോരിച്ചൊരിയുന്ന മഴയത്തും 10,000-കണക്കിന് സഖാക്കളുടെ മുദ്രാവാക്യ വിളികളുടെ അകമ്പടിയോടുകൂടി സഖാവിന്റെ ചിത കത്തിയെരിയുകയുണ്ടായി. ജില്ലാ വൈസ് പ്രസിഡന്റ് PK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR വസന്തൻ, KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KG കനകം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PB സത്യദേവൻ, ഏരിയ സെക്രട്ടറിമാരായ ക്ലാപ്പന സുരേഷ്, ശിവപ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗം NR ബിജു, R സോമരാജൻ പിള്ള, C രാധാമണി എന്നിവർ പങ്കെടുത്തു. എങ്കിൽ പോലും സഖാവ് P കൃഷ്ണപിള്ളക്ക് ആ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളെയും കാണുമ്പോൾ ആ വ്യക്തിയുടെ കരുത്ത്, മനസ്സ് എങ്ങനെയാണെന്ന് വിലയിരുത്താൻ കഴിയുമായിരുന്നു. സഖാവ് VSനെ കണ്ടപ്പോൾ അതിലൊരു നേതാവിനെയാണ് സഖാവ് P കൃഷ്ണപിള്ള കണ്ടത്. സഖാവ് VSനോട് ചോദിച്ചു, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഏറ്റെടുക്കാമോ, പൂർണ്ണസമയ പ്രവർത്തനാക്കാമോ? സഖാവ് VS സമ്മതിക്കുകയുണ്ടായി. സഖാവ് P കൃഷ്ണപിള്ള സഖാവിൻ്റെ താല്പര്യങ്ങളും മനസ്സിലുള്ള കാര്യങ്ങളും ടെലിപ്പതി രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് സഖാവ് P കൃഷ്ണപിള്ള സഖാവിനെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതലയാണ് ആദ്യം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
16 വർഷങ്ങൾക്ക് ശേഷം പിതൃപുത്ര സമാഗമം. കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ആരോമലിനെ 16 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് പിതാവ് ബാലകൃഷ്ണൻ. കുടുംബകലഹത്തെ തുടർന്ന് ആരോമലിന് 1 വയസ്സ് തികയുന്നതിന് മുൻപ് അമ്മ അമ്പിളി മകനുമായി വീട് വിട്ടിറങ്ങുകയായിരുന്നു. നീണ്ട 16 വർഷത്തിനു ശേഷം അപ്രതീക്ഷിതമായിരുന്നു ആ കോൾ. ജനിച്ച് 1 വയസ്സ് തികയും മുമ്പേ തന്റെ മുന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ മകൻ സുരക്ഷിതമായി കൊല്ലം അനാഥ മന്ദിരത്തിലുണ്ടെന്നും കൂട്ടിക്കൊണ്ടുപോകണമെന്നുമായിരുന്നു ആ കോളിന്റെ ഉള്ളടക്കം. കുറച്ചുനേരം സ്തംഭിച്ചിരുന്നെങ്കിലും ബാലകൃഷ്ണൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. കൊല്ലം കുളത്തൂപ്പുഴ സാംനഗർ ആശാരിക്കോണം സ്വദേശികളായ ബാലകൃഷ്ണന്റെയും അമ്പിളിയുടെയും മകനാണ് അപ്പു എന്ന് വിളിക്കുന്ന ആരോമൽ. ജനിച്ച് 1 വയസ്സ് തികയും മുമ്പേ വീട്ടിലുണ്ടായ കുടുംബകലഹത്തെ തുടർന്ന് ഭർത്താവായ ബാലകൃഷ്ണനെയും ഉപേക്ഷിച്ച് അപ്പുവിനെയും കൊണ്ട് അമ്മ അമ്പിളി വീട് വിട്ടിറങ്ങിയതായിരുന്നു. പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല. കാത്തിരിപ്പുകൾക്കൊടുവിലാണ് 16 വർഷങ്ങൾക്ക് ശേഷം ഈ ഫോൺ കോൾ എത്തുന്നത്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നുമാണ് കോൾ വന്നത്. കേട്ടത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാൻ ഏറെ സമയമെടുത്തുവെന്ന് അപ്പുവിന്റെ ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് കൊല്ലം ചൈൽഡ് ലൈൻ ഓഫീസിലേക്ക് ഇവർ എത്തി. 16 വർഷങ്ങൾക്ക് ശേഷം അച്ഛനും മകനും നേരിൽ കണ്ട കാഴ്ച ഏവരുടെയും കണ്ണുകൾ ഈറനണിയിക്കുന്നതായിരുന്നു. നമ്മൾ പോലും അറിയാതെ ഈ വീട്ടിലൊരു കോള് വന്നത് നമ്മൾ പോവാനും കാര്യം. 16 വർഷം അല്ലേ? 16 വർഷത്തിന് ശേഷം ഇപ്പം കുഞ്ഞിനെ കണ്ടു കിട്ടിയത്. നല്ല എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. ഇതിനെ പഠിപ്പിച്ച് ഇതിനെന്തെങ്കിലും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അതിന്റെ ആഗ്രഹം ഒന്ന് നിറവേറിയ കൊള്ളായിരുന്നു. ഇവന്റെ അച്ഛന് സുഖമില്ലാത്ത ഒരു തന്റെ അതിനെ കൊണ്ട് ജോലി ചെയ്ത് പഠിപ്പിക്കാനുള്ള കഴിവൊന്നും ഇല്ല. ബാലകൃഷ്ണൻ നിർധന കുടുംബത്തിലെ അംഗമാണ്. രോഗാവസ്ഥയിൽ കഴിയുന്ന ബാലകൃഷ്ണന് ആശ്രയം സഹോദരി വിലാസിനി മാത്രമാണ്. അപ്പുവിന് മോട്ടോർ മെക്കാനിക്കലായി സുഖമില്ലാത്ത അച്ഛനെ നോക്കണമെന്നാണ് ആഗ്രഹം. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം കൈവരിച്ച അപ്പു ഇനി അതിനുള്ള ശ്രമത്തിലാണ്. ഏറെ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായെങ്കിലും ഇനിയെങ്കിലും സ്വന്തം കുടുംബത്തിന് താങ്ങാവണമെന്ന ആഗ്രഹമാണ് ഈ കൊച്ചുമിടുക്കനുള്ളത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. DMK സംസ്ഥാന നേതൃയോഗം പുനലൂരിൽ നടത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ DMK സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ഉദയസൂര്യൻ കേരളത്തിൽ ഉപയോഗിക്കാൻ അനുമതി തേടി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായി സംസ്ഥാന സെക്രട്ടറി KR മുരുകേശൻ പറഞ്ഞു. DMK സംസ്ഥാന നേതൃയോഗമാണ് പുനലൂരിൽ നടത്തിയത്. പുനലൂർ ജെംസ് അരീന ഓഡിറ്റോറിയത്തിൽ ചേർന്ന നേതൃയോഗം സംസ്ഥാന സെക്രട്ടറി KR മുരുകേശൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ DMK സ്ഥാനാർത്ഥികൾ വ്യാപകമായി മത്സരരംഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനുള്ള അനുവാദം ചെന്നൈയിൽ നിന്നും ലഭിച്ചു. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ഉദയസൂര്യൻ പാർട്ടിക്ക് കേരളത്തിൽ ഉപയോഗിക്കാൻ അനുവാദം തേടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പാർട്ടി ഇതിനോടകം സമീപിച്ചതായും മുരുകേശൻ വ്യക്തമാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ പുനലൂരിൽ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്, തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്, ഇടുക്കിയിൽ നടത്തുന്നുണ്ട്, പാലക്കാട് നടത്തുന്നുണ്ട്. ഇവർ നമ്മൾ ഓരോരോ കാര്യം വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ രജിരാജ് എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടത് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം, സാർ നമുക്ക് പഞ്ചായത്ത് ബോർഡ് ഇലക്ഷൻ മത്സരിക്കണം, MLA ഇലക്ഷൻ മത്സരിക്കണമെന്ന്. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ കേരളം മൊത്തമുള്ള ആൾക്കാരെ ഞാൻ അവിടെ ചെന്നൈയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ പാർട്ടി ഓഫീസിൽ സന്ദർശിച്ച് മുഖ്യമന്ത്രി കുറേ ആളുകൾ കണ്ടു. പിന്നെ ബാക്കി ഡെപ്യൂട്ടി CM ഇവിടെ പുനലൂർ വന്ന എല്ലാ ആൾക്കാരും കണ്ടു. അപ്പോൾ നമുക്ക് 1 ലഡ് കിട്ടുന്നാണ് പോയത്. അവിടെ കിട്ടിയത് 3 ലഡാണ് കിട്ടിയത്. അവർ പഞ്ചായത്ത് ബോർഡ് മാത്രമല്ല, പഞ്ചായത്ത് ബോർഡ് ഇലക്ഷനിൽ മത്സരിക്കാൻ ചിഹ്നം തരാം, അത് അവർ കൺഫേം പറഞ്ഞ്. അതുപോലെ വരണ അസംബ്ലി ഇലക്ഷനിലെ ഈ തമിഴ് മേഖല ബാർഡർ ഉള്ള സ്ഥലങ്ങളിൽ 3 പേര് നമുക്ക് മത്സരിക്കണം. അതിനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പാർട്ടി തന്നെ മത്സരം ഉണ്ടായി. ഇപ്പോൾ അവർ 3 എന്നുള്ളത് ഇപ്പോൾ 5 വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമുക്ക് അവർ പറഞ്ഞത് ഇടുക്കി, പാലക്കാട്, കൊല്ലം. ഇപ്പോൾ തിരുവനന്തപുരം വേണമെന്ന് ആവശ്യപ്പെട്ട്, വയനാട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ 5 ആയി. ഇനിയിപ്പോൾ എത്ര വേണമെന്ന് അറിയത്തില്ല. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടെ പുനലൂർ നിർവാഹികൾ പറഞ്ഞതുപോലെ സാമ്പത്തികം വേണമെന്ന് നിങ്ങൾക്ക് ആദ്യം ഏതൊരു വാർഡുകളിലെ മത്സരിക്കുന്നതെന്ന് തീരുമാനിക്കണം. ആദ്യം KS രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. DMK കൊല്ലം ജില്ലാ സെക്രട്ടറി S രജിരാജ് സ്വാഗതം പറഞ്ഞു. DMK നേതാക്കളായ ചിറ്റാർ രവിചന്ദ്രൻ, ചൊക്കംപെട്ടി മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് MK സെൽവകുമാർ, ജില്ലാ സെക്രട്ടറിമാരായ അനീഷ്, റഫീഖ, ജനാർദ്ദനൻ, ദുരൈ പേച്ചിമുത്തു എന്നിവർ പങ്കെടുത്തു. സംഘടനയുടെ ഭാവി പരിപാടികൾ ചർച്ച ചെയ്തു. ശ്യാംലാൽ, AK നവാസ്, അജ്മൽ ബിൻ ജമാൽ, സദാശിവനാചാരി, അജയകുമാർ, ഷാജി സുലൈമാൻ, ഹരി പുനലൂർ, ജോൺസൺ കൊട്ടാരക്കര തുടങ്ങിയവരും പങ്കെടുത്തു.
വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നടന്ന ചർച്ചകൾക്ക് റിനു രാജൻ കിഴക്കേക്കര, അജിത്തു ചെങ്ങമനാട്, അച്ചു ബിലാൽ, രാമർ ശ്രീനിവാസ്, ദിനേശൻ പ്ലാച്ചേരി, അയ്യപ്പൻ പുനലൂർ, ഫസലുദ്ദീൻ, അയ്യപ്പൻ മഞ്ഞമൺകാല, ലാൽജി മോഹൻ, റാണി ആദിത്യ, ഗീതാകൃഷ്ണൻ, ഗിരിജ, ഹേമ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓൺലൈനിൽ ഡേറ്റിംഗ് ആപ്പ് തട്ടിപ്പിലൂടെ യുവാവിൽ നിന്നും 3 പവൻ സ്വർണ്ണാഭരണം കവർന്നു. സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. ഓൺലൈനിൽ ഡേറ്റിംഗ് ആപ്പ് തട്ടിപ്പിലൂടെ യുവാവിൽ നിന്ന് 3 പവന്റെ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ 4 പേരാണ് അറസ്റ്റിലായത്. ചിതറ കൊല്ലായിൽ പണിക്കവിള വീട്ടിൽ സുധീർ, മടത്തറ സത്യമംഗലം തടത്തരികത്ത് വീട്ടിൽ മുഹമ്മദ് സൽമാൻ, പോരേടം മണലയം അജ്മൽ മൻസിൽ ആഷിഖ്, ചിതറ കൊല്ലായിൽ കോങ്കൽ പുത്തൻ വീട്ടിൽ സജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും പിടികൂടി. വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവ് ഗ്രിൻഡർ ഡേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതോടെയാണ് തട്ടിപ്പിന് കളമൊരുങ്ങിയത്. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. രാത്രിയിൽ യുവാവിനെ വെഞ്ഞാറമൂട് സമീപം മുക്കന്നൂരിലേക്ക് വിളിച്ചു വരുത്തി ഉപദ്രവിച്ചു. തുടർന്ന് സംഘത്തിലെ മറ്റു 2 പേർ എത്തി യുവാവിനെ മർദ്ദിക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മുഖം മൂടിക്കെട്ടി കാറിൽ കടത്തിക്കൊണ്ടുപോയി ആഭരണം മൂരിയെടുത്ത ശേഷം പാലോട് സുമതി വളവിൽ ഇറക്കിവിടുകയായിരുന്നു. തുടർന്നാണ് യുവാവ് പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഓൺലൈൻ ആപ്പിനെ കുറിച്ചുള്ള വിവരം പോലീസിനോട് പറഞ്ഞിരുന്നില്ല. തട്ടിക്കൊണ്ടുപോയി പണം കവർന്നു എന്ന് മാത്രമായിരുന്നു പരാതി. യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. തുടർന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. മോഷ്ടിച്ച സ്വർണം കേസിലെ 1-ാം പ്രതി സുധീർ കൊല്ലത്തെ ധനകാര്യ സ്ഥാപനത്തിൽ 1.25 ലക്ഷത്തിന് പണയം വെച്ചതായും കണ്ടെത്തി. 1 മാസത്തിനിടയിൽ ഇത്തരത്തിൽ ലക്ഷങ്ങളാണ് ഇവർ സമ്പാദിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിലെ വലകൾക്ക് നാശം സംഭവിക്കുന്നത് പതിവാകുന്നു. കടലിൽ മുങ്ങിയ കപ്പലിന്റെയും കണ്ടെയ്നറുകളുടെയും അവശിഷ്ടങ്ങളിൽ മത്സ്യബന്ധന വലകൾ കുരുങ്ങുന്നതാണ് വലകൾ നശിക്കാൻ കാരണമാകുന്നത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഇതുമൂലം സംഭവിക്കുന്നത്. അഴീക്കലിൽ നിന്നും കഴിഞ്ഞ ദിവസം കടലിൽ പോയ ബോട്ടിന്റെ വലകളും നശിച്ചു. കഴിഞ്ഞ ദിവസം അഴീക്കലിൽ നിന്നും കടലിൽ പോയ പൊങ്കാല ബോട്ടിലെ വലകളാണ് നശിച്ചത്. കപ്പലപകടത്തെ തുടർന്ന് കപ്പലിൽ നിന്നും വീണ അവശിഷ്ടങ്ങളിലും കണ്ടെയ്നറുകളിലും കുരുങ്ങിയാണ് വലകൾ നശിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വല പൂർണ്ണമായും നശിക്കുന്നതുകൊണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടായി വരുന്നത്. വലയുൾപ്പെടെ നശിച്ചാൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭിക്കുന്നുമില്ല. GPS സംവിധാനം ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വ്യക്തമാക്കി നൽകണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുകയാണ്. ഫിഷറീസ് വകുപ്പാകട്ടെ വലകൾ നശിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി പൂക്കോട്ട് കരയോഗം രംഗത്തെത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകണമെന്നും വലകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്നും കരയോഗം ആവശ്യപ്പെട്ടു. വലകൾ നശിക്കുന്ന സാഹചര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പൂക്കോട്ട് കരയോഗം. കഴിഞ്ഞ 2 ആഴ്ചയോളമായി നിരവധി ബോട്ടുകളിലെ വലകളാണ് കടലിലെ അവശിഷ്ടങ്ങൾ കുരുങ്ങി നശിച്ചത്. ഇതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ജോലിയില്ലാതാകുന്ന സാഹചര്യവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം. കരുനാഗപ്പള്ളി, ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ റാലി. കുന്നത്തൂർ താലൂക്കിലെ വൈദ്യുത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടി. MLAയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം. സ്കൂൾ പരിസരങ്ങളിലെ വൈദ്യുത കമ്പിയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റും. പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ അനാസ്ഥ. ബസിന്റെ ഡോർ തട്ടി വിദ്യാർത്ഥിനിക്ക് പരിക്ക്. കായംകുളം പുനലൂർ റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഡോറാണ് തട്ടിയത്. ബസുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.